നമസ്കാരം, ജനീഷാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് നമ്മൾ ഇന്നലെ രാവിലെ നാട്ടിലേക്ക് എത്തി. അപ്പോൾ പതിവ് പോലെ തലേ ദിവസം വൈകിട്ടാണ് പുറപ്പെട്ടത്. എപ്പോഴും ഞാൻ സാധാരണ വൈകുന്നേരങ്ങളിലാണ് സാധാരണ യാത്ര ചെയ്യാറ്. അപ്പോൾ മുമ്പ് നമ്മളിതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ടിക്കറ്റ് എടുത്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഒരിക്കൽ ഫാമിലി ആയിട്ട് വരാൻ വേണ്ടി തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ പൈസ തിരിച്ച്, അതായത് ടിക്കറ്റ് നമുക്ക് PNR ഇഷ്യൂ ചെയ്തുമില്ല, നമുക്ക് പകരം ടിക്കറ്റ് തന്നുമില്ല. നമ്മളതുകൊണ്ട് വേറൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വരേണ്ടി വന്നു. പിന്നെ അത് 4 പേരെ ടിക്കറ്റിൻ്റെ പൈസ നമുക്ക് റിട്ടേൺ കിട്ടാൻ വേണ്ടി ഏകദേശം 3-4 മാസം ഏകദേശം 5000 ദിറംസ് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഫോളോ അപ്പ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞാൻ പൊതുവെ എയർ ഇന്ത്യ എക്സ്പ്രസ് എടുക്കാറില്ല. പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആ സമയത്തെ ടിക്കറ്റ് ഏറ്റവും പൈസ കുറവുള്ള ടിക്കറ്റ് നോക്കി തന്നെയായിരിക്കും നമ്മൾ എടുക്കുക. കാരണം നമ്മളെടുത്ത ടിക്കറ്റ് ആയാലും 850 ദിറംസിൻ്റെ ടിക്കറ്റ് ആയിരുന്നു വൺ വേ. അപ്പോൾ അത് മാത്രമല്ല ദുബായിൽ നിന്നുള്ള ടിക്കറ്റാണ്. പിന്നെ വൈകുന്നേരം പിന്നെ നാട്ടിലേക്ക് വരുമ്പോൾ ഓഫീസ് കഴിഞ്ഞ് ഒരു 5 മണിക്ക് കയറി കഴിഞ്ഞാൽ നാട്ടിലൊരു രാത്രി 10-10:30 എത്താം എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മളെടുത്തത്. അപ്പോൾ അങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ടിക്കറ്റ് എടുത്ത് വന്നപ്പോൾ നമുക്ക് ഇത്തവണ ഉണ്ടായ അനുഭവമായിരുന്നു നമ്മുടെ വെയിറ്റ്. അതായത് നമ്മൾ ലാപ്ടോപ്പിൻ്റെ ബാഗും നമ്മുടെ ഹാൻഡ് ബാഗിൻ്റെ വെയിറ്റും കൂടി അവർ കമ്പൈൻ ചെയ്ത് നോക്കി. അത് എൻ്റെ ഒരു 14 കിലോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പൈസ അടയ്ക്കേണ്ടി വന്നു. കാരണം പൈസ അടയ്ക്കാതിരിക്കാൻ വഴിയില്ല. കാരണം നമുക്ക് 2 ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. മുമ്പൊക്കെ ഞാനിപ്പോൾ 2013 തൊട്ട് പ്രവാസ ജീവിതത്തിലുള്ള ആളാണ്. ഇപ്പോൾ ഇതുവരെ ഞാൻ യാത്ര ചെയ്തിട്ട് എനിക്ക് ഹാൻഡ് ബാഗിലുള്ള വെയിറ്റ് നോക്കും, അത് ഒരു 10 കിലോയിൽ താഴെ 8 കിലോ ഒക്കെ ആണെങ്കിൽ അവർ സമ്മതിക്കും. ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് നോക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ ഇതിൽ പോകുന്നതിന് മുമ്പേ എനിക്കിതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു ഇപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ പോയി നോക്കാം, പോയിട്ട് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, പൈസ അടയ്ക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്. അങ്ങനെ ഞാൻ ഏകദേശം 272 ദിറംസ് അടച്ചിട്ടാണ് 4 കിലോന് വേണ്ടി. 68 ദിറംസാണ് 1 കിലോന്. അപ്പോൾ അതിന് വേണ്ടി 272 ദിറംസ്, അതായത് 400 ആയിരുന്നു പറഞ്ഞത് ആദ്യം. പിന്നെ ഞാൻ പോയി കുറച്ച് സാധനങ്ങളൊക്കെ, ഒരു ഡ്രസ്സൊക്കെ കൂടുതലിട്ട് 2 ചാർജറൊക്കെ പോക്കറ്റിലൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് 4 കിലോൻ്റെ പൈസ അടച്ച് ഊരി പോകുന്നത്. അപ്പോൾ 200 സംതിങ് നമുക്ക് അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ എന്തുതന്നെയാണ് നമുക്കിത് കളയാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ആയിരുന്നില്ല. ലാപ്ടോപ്പിൻ്റെ ബാഗിൽ ലാപ്ടോപ്പ് ആയാലും 2 ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് ഓഫീസ് ലാപ്ടോപ്പ് ആയിരുന്നു, ഒന്ന് പേഴ്സണൽ ലാപ്ടോപ്പ് ആയിരുന്നു. പിന്നെ ക്യാമറ, നമുക്കറിയാം നമ്മുടെ ക്യാമറയിൽ ലെൻസ് നല്ല വെയിറ്റ് ഉള്ളതാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഉപേക്ഷിച്ച് പോരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പൈസ അടച്ച് ഇത് സോൾവ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായ ഒരു അനുഭവം. അതുപോലെ തന്നെ പക്ഷേ ഞാൻ ചെയ്ത ഒരു കാര്യം, അതായത് ഞാൻ പ്രീ ബുക്കിങ്ങിൽ ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് എത്രമാത്രം കെടുകാര്യസ്ഥതയോട് കൂടിയാണ് അവരിപ്പോഴും പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പോൾ ഞാനൊരു മീൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോൺ വെജ് മീൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മീലില്ല. അപ്പോൾ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ മീലുള്ളൂ. അപ്പോൾ അവർ സെർവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും ഉപ്പുമാവും ആണ് ഇപ്പോൾ ഈ വൈകിട്ട് 5 മണിയുടെ ഫ്ലൈറ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് തന്നിരിക്കുന്നത് നമ്മൾ നോൺ വെജ് ആണല്ലോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എന്തായാലും ചോദിച്ചു നോക്കാം. അങ്ങനെ ഞാൻ പോയി ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഇതാണ് വെജ് മീലാണ് എല്ലാവർക്കും കൊടുക്കുന്നത്, നിങ്ങൾ വേണമെങ്കിൽ ഇത് കഴിച്ചിട്ട് പോകൂ എന്നുള്ള രീതിയിലാണ് എയർ ഹോസ്റ്റസ്മാരൊക്കെ പെരുമാറുന്നത്. അല്ലാതെ അവർ നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇത് ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി അവരെന്നാൽ ഇത് മാറ്റി വേറൊരു മീൽ തരാനൊന്നുമല്ല അവർ ശ്രമിക്കുന്നത്. അവർ നിനക്ക് വേണമെങ്കിൽ ഇത് കഴിച്ചിട്ട് നീ പൊക്കോ, എന്തിനാ നീ ഫ്ലൈറ്റിൽ കയറിയത് എന്നുള്ള മട്ടിലാണ് അവരുടെ പെരുമാറ്റം. അതൊക്കെയാണ് എപ്പോഴും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയൊക്കെ ഒരു പരാജയം. പക്ഷേ നമുക്കറിയാം നമ്മൾ പ്രവാസികൾക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ആശ്രയിച്ചേ സാധിക്കുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഫ്ലൈറ്റ്സ് പോലും അധികം ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഹോളിഡേയ്സൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് തന്നെ ആയാലും ഇങ്ങനെ ഇവരെ ആശ്രയിച്ച് പോകുന്ന അവർക്കറിയാം. അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് എന്തായാലും നീ നമ്മുടെ ഫ്ലൈറ്റിൽ വന്ന് കയറും, അപ്പോൾ പിന്നെ നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട, കിട്ടിയത് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ നോക്കുന്നുള്ള മട്ടിലാണ് അവരുടെ പെരുമാറ്റം. എന്നിട്ട് അവരെന്നെ പറയുകയാണ് നിങ്ങൾ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ. ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തോളാം, മനസ്സിലായില്ലേ. പക്ഷേ എനിക്ക് എൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യുന്നില്ലല്ലോ ഇതൊന്നും എന്നുള്ള രീതിയാണ് അവർ. എന്നിട്ട് അവരെനിക്ക് ഫീഡ്ബാക്ക് ഫോമൊക്കെ തന്നു. എന്നിട്ട് ഞാനത് ഞാനത് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി ഞാനതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് മെയിൽ ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു ഉപ്മാവോ ഇഡ്ഡലി സാമ്പാറോ കിട്ടിയതിൻ്റെ ഒരു പ്രശ്നമല്ല. നമ്മളിപ്പോൾ പൈസ കൊടുത്ത് ഇത്രയും കാര്യം ബുക്ക് ചെയ്തിട്ട് ഇതിന് വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരുടെ കിട്ടുന്ന റെസ്പോൺസാണ് നമ്മളെ ഏറെ പ്രയാസപ്പെടുത്തുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് അവരൊന്ന് പറയണം, അല്ലെങ്കിൽ നമുക്കിത് ഇന്ന് ഉണ്ടായിരുന്നില്ല സാർ, നമുക്കിത് അവൈലബിൾ അല്ല, ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ആ രീതിയിലല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് നിങ്ങൾക്ക് ഇതെങ്കിലും നിനക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്തവണത്തെ യാത്രാനുഭവം. അതുകൊണ്ട് മെയിനായിട്ട് പറയാനുള്ളത് വെയിറ്റിൻ്റെ കാര്യമാണ്. വെയിറ്റിൻ്റെ കാര്യം മുമ്പ് ഇല്ലാത്തതാണെങ്കിൽ പോലും അത് ഇപ്പോൾ ഒരു 7 kg എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അവരതിൻ്റെ പേരിൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതിപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ 8 കിലോ ആണ് അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. 9 കിലോ ആയവർ പോലും 68 ദിറംസ് അടയ്ക്കുന്നത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയുള്ള നാളുകളിൽ പോകുമ്പോൾ. ഒരിക്കലും ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊരു അന്തർധാരയാണ്. ഈ കാർഗോ കമ്പനിക്കാർ ഇവരും തമ്മിലുള്ള
അഡ്ജസ്റ്റ്മെൻറ്റ് ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ വെയിറ്റ് കുറച്ച്. അപ്പോൾ എന്നാലേ കാർക്ക് കൂടുതൽ അയക്കുള്ളൂ. എന്തുതന്നെയായാലും നമ്മൾ ശ്രദ്ധിക്കുക. ഇതുവരെ ഇല്ലാത്തൊരു അനുഭവം ആയതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് പുതുവർഷം നേരുന്നു. ഞാൻ നാട്ടിലാണ്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നാട്ടിലാണെന്നുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം. നമസ്കാരം.